tak din tak ga tak din tak ga tak it ta tu tak it ta. வணக்கம் மக்களே, எல்லாரும் எப்படி இருக்கீங்க? நல்லா இருப்பீங்கன்னு நினைக்கிறேன். நானும் நல்லா இருக்கேன். வெல்கம் பேக் டு சாவி அரியாஷன். மக்களே, நம்ம இன்னைக்கு என்ன பார்க்க போகிறோம்னா பிரேமுலு படத்தை தான் நம்ம இன்னைக்கு பார்க்க போகிறோம். பட் 8 மக்களே, ஒன்றும் ஒரு பாட்டோட முடிய போகுது மக்களே. கிட்ட கிளைமேக்ஸில் வந்து நெருங்கிட்டோம். கடைசி எங்கே முடிஞ்சிச்சுன்னு நீங்களும் பார்த்துருப்பீங்க. சச்சின் வந்துட்டு ரேணுகோட்டை வந்துட்டு அவரோட லவ் வந்து சொல்லிட்டாரு. ஆனால் அவங்க வந்துட்டு நோன்னு வந்து சொல்லிட்டாங்க. அங்கே வந்து ஒரு பெரிய பிரச்சனை போய் சச்சின் வந்துட்டு நடந்து போயிட்டாரு அவர் வீட்டுக்கு. அதே மாதிரி ரேணு வந்துட்டு அவங்க வீட்டுக்கு வந்துட்டாங்க. இங்கே தான் நம்ம முடித்தோம். இப்போ அங்கேருந்து ஆரம்பிக்க போகிறோம் மக்களே. அடுத்த பாட்டு என்ன நடக்க போது நம்ம வெயிட் பண்ணி பார்ப்போம். இந்த பாட்டில் என்ன நடக்க போது நம்ம வெயிட் பண்ணி பார்ப்போம் மக்களே. எப்படி இவங்க வந்து சேர போறாங்க நம்ம பார்ப்போம் மக்களே. ஆதி வந்து என்ன மாதிரி வில்லங்கம் பண்ண போறாரு அதையும் சேர்த்து நம்ம பார்ப்போம். பார்த்தலாம் மக்களே. பார்க்குற மின்னுக்கு நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கிங்க. இன்னும் நிறைய வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போகுது. வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்க. இப்போ நம்ம பிரேமுலு பாட்டு 8 பார்த்தலாம் மக்களே. லெட்ஸ் கோ. എടി ഒന്ന് ഡോറ് തുറന്നേ. എന്താ എടി, ഞാൻ നാളെ പേപ്പർ ഇടുവാ. നീ റിസൈൻ ചെയ്യുവാണോ? ரிசைன் பண்ண போறாங்களா? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. எதுனால? ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. വികാസിന് എന്തായാലും ഹൈദരാബാദിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടൊന്നും തോന്നുന്നില്ലടി. അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയാലോ എന്ന് ഓർക്കുക. വികാസിന്റെ കമ്പനിയിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ട്. അപ്പം ഇനി ഇവിടെ ഞാനും ആ വാണ്ടർ ലിസ്റ്റ് മാത്രം, അതായത് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല. இவங்களும் போயிட்டாங்கன்னா இப்போ இவங்க ஒண்டி தான் ஒண்டியாக இருப்பாங்க. ആദ്യം ഞാനേ അക്കൗണ്ട് ക്രിയേഷൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കാണിക്കണേ. അത് നമ്മുടെ ടെസ്റ്റ് കേസിലില്ലല്ലോ. എൻ്റെ പൊന്നു റിനു, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം. 18 വയസ്സാതെ ഇവിടെ ആർക്കും സാലറി കിട്ടാറില്ലല്ലോ. അപ്പോൾ അവർക്ക് സേവിങ്സ് അക്കൗണ്ടും പറ്റില്ല, ലോൺ അക്കൗണ്ടും പറ്റില്ല. അല്ലാതെ ഈ ടെസ്റ്റ് കേസിലില്ലാത്ത എറർ വന്ന ഹൈ പ്രയോറിറ്റി. റിനു, 3.5 വർഷമായി ഞാൻ ഈ നെറ്റ് ബാങ്ക് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ എഴുതിയൊരു കോഡിൽ ഇതുവരെ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം പഴയ ടെസ്റ്റർ അശ്വതി ഇതുപോലെ ഒരു ഇഷ്യൂ റേസ് ചെയ്തതാ. ഞാൻ ആവുന്ന പറഞ്ഞതാ, കേട്ടില്ല. അവസാനം നമ്മുടെ ക്ലയൻറ്റ് മാനേജർ റാൽഫ് ജർമ്മനിയിൽ നിന്ന് വിളിച്ച് തെറി പറഞ്ഞു. അല്ല, അതുപോലെ ജർമ്മൻ തെറി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് റേസ് ചെയ്തു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനൊരു സെനാരിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു മെയിലേക്കാം. തിരിച്ചൊരു റിപ്ലൈ മെയിൽ ആദ്യം എനിക്ക് അയച്ചാൽ മതി. മെയിലോ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമായില്ലേ? റീനു, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇഷ്യൂ അല്ല. റീനു ചെല്ല്. റീനു, இவங்க ஒரு இது சொல்கிறாங்க, இவர் நம்ப மாட்டுறாரு. என்ன நடக்க போகுது தெரியலையே. ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അന്നത്തെ ആ ട്രിപ്പ് അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. That അതിന് trip is റീനു കൂടെ best കാരണക്കാരിയാണ്. experience for me. ആവശ്യമില്ലാത്ത അലവലാദികളൊക്കെ വലിച്ചു കയറ്റാൻ ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. அவனை கூட்டிகிட்டு வந்தது வந்து இவருக்கு பிடிக்கல. ஐயர் எரிஞ்சிருச்சு. Congratulations. Thank you, sir. So guys, as you know, Sachin is our employee of the month. So everyone, andar, be like Sachin, work like Sachin, and behave like Sachin. Right? Now get back to work. No. You have to keep it for the whole day. No. Compulsory, sir. Yes, Ra. You have earned it. Pandaga esko. Yeah. Excuse me, sir. Kiran. നീ എന്താ ഇവിടെ? കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി നിന്നെ വിളിച്ചു. നീ ഫോൺ എടുത്തില്ല. ഈ കാര്യം പറയാൻ ഞാൻ നിന്നെ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തില്ല. നിനക്ക് എന്താ ഫോൺ എടുത്താ? വർക്കിന്റെ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. എടാ, നിനക്ക് അറിയാവുന്നല്ലേ അവർ കോൾ ചെയ്യൂന്ന്. നിന്നെ റെഫർ ചെയ്ത് ഞാനിപ്പോൾ ആരായി? എനിക്കാരുടെയും സഹതാപ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഓ, ഈ ആദർശമൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ പോയി ശരിയാവത്തില്ലത്. നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് തിരഞ്ഞെടുത്തോ? ആ കുന്ത്രന്റെ അടുത്ത് മാറ്റുമോ? മനുഷ്യൻ കാര്യം സംസാരിക്കുക. എപ്പോഴാ ഫ്രീ ആവുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ 7 മണിയാവും ഇറങ്ങുമ്പോൾ. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. Okay, Sachin. See you tomorrow. Okay. See you.
എടാ എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ വളരെ റാൻഡായിട്ട് നിനക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും നീ വേറെ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറകലും കാണലും ഒന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിനക്കെന്തൊന്നും പറയാനില്ലേ? റീനു, ഐ ലവ് യു ഡി. സച്ചിനെ പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിനെ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി, എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി, അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. നിന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ, എനിക്കിങ്ങനത്തെ കെയറിങ് ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ സച്ചിനെ മതി, അതുകൊണ്ട് നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്ക് നല്ലത്. എനിക്കും എടാ നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്, ആണോ? ഹലോ, എനിക്ക് മനസ്സിലായി ഇത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ഞാൻ ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തയാ. പക്ഷെ ആദ്യം ഫോണില്ല. ஃபோனை திருப்பி கொடுக்குறாரு. ഞാൻ പിന്നെ വിളിക്കാം. എടാ கோவமா போயிட்டாரு. അത് തുറന്നിട്ടൂടെ. പഠിക്കാനാ? കണ്ടൂടെ? ആ അമൽ റീനു നോ പറഞ്ഞിട്ടാ. നോ പറഞ്ഞോ? ആ നീ അവളെ പ്രപ്പോസ് ചെയ്തോ? പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീലുണ്ട്. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും, നീ കണ്ടോ. നമുക്കേ അമലെ നാളെ മുതൽ அவருக்கு என்ன சொல்றது தெரியல. എടാ ഓടാ. നിനക്കത് ഓക്കെ ആയിരിക്കില്ലേ? ജോഗി. സാരമില്ല, നമുക്ക് ഹോം വർക്കൗട്ട് പിടിക്കാം. പഠിച്ചു പഠിച്ചു പഠിച്ചു. அவராலே முடியல. അവളുടെ എനിക്ക് വൺ സൈഡിലും സെറ്റ് ആവില്ലടാ. വേണ്ടിരിക്കും. കോളേജിൽ ഉണ്ടായതിനേക്കാളും മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡിലും വേണ്ട. അതാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അവളുടെ முதல்லே சொல்லியிருந்தாரு போயிரு நீ சென்னைக்கு. പൂട്ട് പൊട്ടാங்க. എടാ അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ തന്നിട്ട് പോയി. ഇതൊന്നും അവനെ തിരിച്ചു കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? വെളുപ്പിനെ. അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ അതിന് നിന്നോട് പറയണേ. ചെന്നൈ അവരോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ല നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടണത്? ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ. അമലെ, ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ അവനത് ഒട്ട് ഹേർട്ടായിട്ടില്ല. എടാ എന്റെ കമ്പനിയിൽ കയറാൻ നടക്കില്ല, ഇപ്പൊ വേക്കൻസി ഇല്ല. എടാ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമോ പിടിച്ചെടുക്കാനായിട്ട്? എത്രാന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലവിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, ഞാൻ മുമ്പ് പോയിരുന്നതാണ്. അല്ല
മറ്റേ കാര്യം നുണ പറഞ്ഞാണല്ലേ? ഏത്? നീ അവൾ സെറ്റാണെന്ന്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലൈഫ് ഭയങ്കര അൺഫെയറാടാ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കാര്യത്തിൽ. നീ വായോ. ഡി, ഞാനും വികാസും കൂടെ ഹൈദരാബാദിലെ ഫ്രണ്ട്സിനോട് ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുമ്പോൾ പറയാം. ഓക്കെ? ഹലോ. സച്ചിനെ, നീ ഫംഗ്ഷന് വരില്ലടാ? ഇല്ല, ഞാൻ ഉണ്ടാവുന്നല്ല. ഞാനിവിടെ ചെന്നൈയിലാണ്. ഓ, അപ്പൊ അത്രയ്ക്കേ ഉള്ളല്ലേ സച്ചിനെ? ആ, അത്രേ ഉള്ളൂ. என்ன இப்படி பாடுறாங்க? ഏ ഭയ വോഡ്ക. ഞാൻ இங்கே வந்துட்டாரு. cheers. வர மாட்டாருன்னு நினைச்சேன், வந்துட்டாரு. என்ன நடக்க போகுது தெரியலையே. എടാ, നീ ചെന്നൈന്നാണോ വരുന്നത്? അല്ല, ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വിസ വന്നായിരുന്നു. അപ്പം ഞാൻ പോവാണ് UK-ലേക്ക്. എന്ന്? നാളെ പോവും. ഇവിടെ നിന്നായിരിക്കോ പോകുന്നത്? അതെന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് വെച്ചു. നാളെ രാവിലെ 11:30 ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ ദുബായ്. UK போறாரா? நாளைக்கு 11:30 மணிக்கா? എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് UK-ൽ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാവുന്നുള്ള കുഴപ്പമില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് അറിയുന്നത്? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നോ, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നോ ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. അല്ല, എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിച്ചു പോയെന്ന് അമൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചേ. ഓ, നിന്റെ മനസ്സമാധാനം അതെപ്പോഴും ഒക്കെ ആയിരിക്കണം അല്ലേ? അച്ഛൻ അമ്മ കുട്ടി. അച്ഛൻ അമ്മ കുട്ടി. അച്ഛൻ അമ്മ കുട്ടി. മോന്റെ അച്ഛൻ അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നു. അച്ഛനോട് ചോദിക്കണം അമ്മ എവിടെയെന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് അച്ഛൻ അമ്മ കുട്ടി കളിക്കാട്ടോ. പൊക്കോ പൊക്കോ പൊക്കോ. ആ കൊച്ചിനാരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ.
കറക്റ്റാ வந்துட்டாரு ആദി. നീയാണോടാ? നീ അവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? സച്ചിൻ, അമൽ, വി നീഡ് ടു ടോക്ക്. എൻ്റെ പൊന്നാതി, ഞങ്ങൾ നല്ല ടയർഡാണ്. പോരാത്തതിന് 3-4 അടിച്ചിട്ടുണ്ട്. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഐ ഇൻസിസ്റ്റ്. റീനു, 2 minutes. ഞങ്ങളിപ്പോൾ വരാം. என்ன പറയാ என்னது? ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾ എന്നെയും. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റീനു ആകെ വിഷമത്തിലാണ്. എന്തിന്? ആരെങ്കിലും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. എല്ലാം വളരെ ശാന്തമായിരുന്നു, ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. 2 പരാതി ജീവികളെ പോലെ. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കേറ്റി കൊണ്ടുപോവുക, സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്ന് എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? കൈവിഷാണോ? ഹാൻഡ് പോയിസൺ? സച്ചിൻ, ഇനിയെങ്കിലും പറ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം. വാട്ട്? കേട്ടിട്ടില്ലേ? എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു. അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ ദൈവം. അല്ല സാറ്, ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. അതിനിടയ്ക്ക് നീ അവളെ പ്രപ്പോസും ചെയ്തോ? പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണം. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് റീനോട് പ്രേമം? റിയലി? மக்களே, நம்ம இதோட முடிச்சுக்குவோம் மக்களே இந்த பாட்டு. ஏட்ட இது வரைக்கும் என்ன நடந்துச்சு நீங்களே பார்த்துருப்பீங்க மக்களே. சச்சின் வந்துட்டு யூகே போகிறாரா மக்களே. இதுதான் இப்போ கடைசியாக வந்து நடந்திருக்கு. எப்படி தான் இவங்க சேர போகிறாங்க தெரியல மக்களே. ஆனால் வந்து ரேணுக்கு வந்துட்டு ஒரு தனியாக ஒரு பாசம் மாதிரி வந்துருச்சு. யார் மேலேன்னா சச்சின் மேலே அழுந்திருப்பாங்க பாருங்க. ஏன்னா சச்சின் வந்துட்டு ஃபோன் பேசலைனால வந்துட்டு அவங்களுக்கும் ஒரு லைட்டாக வந்துட்டு பாசம் வந்திருக்கு, லவ் வந்திருக்குன்னு நினைக்கிறேன். அதனால தான் அவங்க வந்துட்டு அழுந்தாங்க. ஆனால் அவங்க வெளியே சொல்கிறது பார்த்தீங்கன்னா உனைய எனக்கு பிடிக்கல அப்படி தான் வந்து சொல்கிறது. நீங்கள் பார்த்துருப்பீங்க. அதெல்லாம் தேவையில்லாத விஷயம் அப்படின்னு வந்து சொல்லியிருப்பாங்க. அது கேட்டுக்கிட்டு சச்சின் வந்துட்டு சென்னைக்கு போயிட்டு சென்னையிலேருந்து எத்தனை நாள் பேசாமல் இருந்தார். அப்புறம் தான் இந்த பார்ட்டிக்கு வந்திருக்காரு. அமல் டேவிஸும் அப்புறம் வந்துட்டு சச்சினும் வந்திருக்காங்க. அந்த டைமில் வந்துட்டு ஆதி வந்துட்டு நடுவில் புகுந்து அவர் வந்து சொல்கிறாரு, என்ன பிரச்சனை, எங்கே போனாலும் என் கூடயே வரிய, அந்த ட்ரிப்பு போனாங்க பாருங்கள், அப்பயும் வந்துட்டு என் கூட வந்திய அப்படின்னு வந்து ஆதி வந்து சொல்லியிருப்பாரு. அதுக்கு கேட்டுக்கிட்டு சச்சின் வந்து சொல்லுவார் பாருங்க, உன் மாதிரி வந்துட்டு வெஸ்டியாவாக இருக்கிறது நான் வந்துட்டு லூப் பண்ணுறேன் அப்படின்னு வந்து சொல்லியிருப்பாரு. அது கேட்டுக்கிட்டு அப்புறம் பயந்துட்டாரு. பார்த்துருப்பீங்க. கிளைமேக்ஸ் கிட்ட வந்துட்டோம். என்ன நடக்க போகுது நம்ம பார்ப்போம் மக்களே. அடுத்த பாட்டில் வேறு லெவலில் போய்கிட்டு இருக்கு கதை. செம்ம ஃபன்னாக போகுது, ஃபன்னாக போகுது, எமோஷனாக போகுது, எல்லாம் கலந்து இருக்கு. உண்மையான படம் மக்களே, வேற லெவல்ல இருக்கு. கடைசி என்ன நடக்க போகுது நம்ம பார்க்கலாம் இந்த அடுத்த பாட்டில். இதோட நம்ம பிடிச்சிக்குவோம் மக்களே. உங்களுக்கு இந்த வீடியோ பிடிச்சிருந்துச்சு மறக்காம நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கிங்க. ஒன்று வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போது. வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்க. அடுத்த வீடியோவில் பார்ப்போம். பாய் மக்களே.